ഡിയർ സ്റ്റുഡൻസ്, ബാങ്കിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി എൻഡോസ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് എൻഡോസ്മെൻറ്റ്, അതായത് എൻഡോസ്മെൻറ്റ് പല തരത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. കൈൻഡ്സ് ഓഫ് എൻഡോസ്മെൻറ്റ്. എൻഡോസ്മെൻറ്റിനെ പ്രധാനമായിട്ടും 7 തരത്തിലായി തരംതിരിക്കാൻ പറ്റും. 7 തരത്തിലാണ് എൻഡോസ്മെൻ്റ് ഉള്ളത്. അതിലൊന്നാമത്തതാണ് ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ ജനറൽ എൻഡോസ്മെൻറ്റ്. ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ ജനറൽ എൻഡോസ്മെൻറ്റ്, അതായത് എൻഡോസ് ചെയ്യുന്ന വ്യക്തി, ഇപ്പം എൻ്റെ പേരിലൊരു ചെക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഞാനത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ബാക്കിൽ, ആ ഇൻസ്ട്രുമെൻ്റ് ബാക്കിൽ എൻ്റെ പേരെഴുതി സൈൻ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആർക്കാണോ കൊടുക്കുന്നത് അവരുടെ പേരെഴുതാതെ എൻ്റെ പേര് മാത്രം എഴുതി സൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ജനറൽ ഓർ ബ്ലാങ്ക് എൻഡോസ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് എൻഡോസിൻ്റെ എൻഡോസറും എൻഡോസി എന്നീ 2 പാർട്ടീസാണ് ഉള്ളത്. ഞാൻ എൻഡോസ് ചെയ്യാണ്, ഞാൻ എൻഡോസറാണ്. ഞാൻ ആർക്കാണോ എൻഡോസ് ചെയ്യുന്നത് അവരാണ് എൻഡോസി എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോസിയുടെ പേര് എഴുതാതെ എൻഡോസറിൻ്റെ പേര് മാത്രം എഴുതി സൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് അഥവാ ജനറൽ എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ ആർക്കാണ് എൻഡോസ് ചെയ്യുന്നത് എന്ന പേര് ഉൾപ്പെടുത്തില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, when the endorser simply sign on the back of the instrument for the purpose of negotiation. എൻഡോസർ പർപ്പസ് ഓഫ് നെഗോസിയേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിൽ സൈൻ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ the endorsement is said to be blank. ആ എൻഡോസ്മെൻ്റ് എന്താണ്? ബ്ലാങ്ക് എൻഡോസ്മെൻ്റ് ആണ്. ദിസ് എൻഡോസ്മെൻ്റ് ഡസ് നോട്ട് മെൻഷൻ നെയിം ഓഫ് ദി എൻഡോസി. ഈ എൻഡോസ്മെൻറ്റിൽ ആർക്കാണോ എൻഡോസ് ചെയ്യുന്നത് അയാളുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് നോക്കിക്കോ, എ ചെക്ക് ഈസ് പേബിൾ ടു മിസ്റ്റർ സുധീർ ഓർ ഓർഡർ ഈസ് എൻഡോസർ ആസ് ഫോളോസ്. അതായത് സുധീറിൻ്റെ പേരിലുള്ള ഒരു ചെക്ക് സുധീർ എൻഡോസ് ചെയ്യാണ്. അവിടെ എന്ത് മാത്രമേ ചെയ്യുള്ളൂ എന്നറിയോ? സുധീറിൻ്റെ പേര് എഴുതിയിട്ട് സൈൻ ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, സൈൻ MP സുധീർ, അദ്ദേഹത്തിൻ്റെ പേര് മാത്രം ഇത് സൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് അഥവാ ജനറൽ എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ഇത്രയുള്ളൂ, എൻഡോസിയുടെ പേര് അതിൽ ഉൾപ്പെടുത്തില്ല. രണ്ടാമത്തത് സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾ എൻഡോസ്മെൻറ്റ്. സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾ എൻഡോസ്മെൻറ്റ്, അതായത് എൻഡോസർ ഈ ഇൻസ്ട്രുമെൻ്റ് എൻഡോസ് ചെയ്യുന്ന സമയത്ത് എൻഡോസിയുടെ പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ മുകളിൽ സൈൻ ചെയ്യുന്നതെങ്കിൽ, അതായത് പേ ടു രാജേഷ് എന്ന് പറഞ്ഞിട്ട് രാജേഷിൻ്റെ പേരിൽ പേ ടു രാജേഷ് എന്ന് പറഞ്ഞിട്ട് ഈ MP സുധീർ അദ്ദേഹത്തിൻ്റെ പേരിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ് അഥവാ ഫുൾ എൻഡോസ്മെൻ്റ് ആണ്. അതായത് എൻഡോസിയുടെ പേര് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എൻഡോസിയുടെ പേര് എഴുതിയിട്ടാണ് അതിൽ സൈൻ ചെയ്യുക. നോക്കിക്കോ, ഇൻ ദിസ് ടൈപ്പ് ദി എൻഡോസർ നോട്ട് ഓൺലി റൈറ്റ് ഹിസ് നെയിം. അതായത് എൻഡോസർ അദ്ദേഹത്തിൻ്റെ പേര് മാത്രമല്ല എഴുതുക, ബട്ട് ആൾസോ ദ നെയിം ഓഫ് ദി എൻഡോസി ഓൺ ദി ബാക്ക് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഇൻസ്ട്രുമെൻ്റ് ബാക്കിലെ എൻഡോസറുടെ പേര് എഴുതും, എൻഡോസിൻ്റെ പേരും എഴുതുകയാണെങ്കിൽ അതിനെയാണ് സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾ എൻഡോസ്മെൻറ്റ് എന്ന് പറയാം. ഇവിടെ എൻഡോസർ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ, എൻഡോസർ പേര് എഴുതി അദ്ദേഹം സൈൻ ചെയ്തേക്കാണ്. പക്ഷേ എൻഡോസിൻ്റെ പേര് കൂടി എഴുതുകയാണെങ്കിൽ എന്താണ്? സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾ എൻഡോസ്മെൻ്റ് ആണ്. നോക്കിക്കോ, പേ അനീഷ് ഓർ ഓർഡർ എന്നിട്ട് SD MP സുധീർ എന്ന് എഴുതുക. അതായത് പേ അനീഷ് ഓർ ഓർഡർ, അനീഷിനാണിത് കൊടുക്കേണ്ടത്. പേ അനീഷ് ഓർ ഓർഡർ എന്ന് എഴുതിയിട്ട് MP സുധീർ സൈൻ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ പേര് എഴുതി സൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ് അഥവാ ഫുൾ എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത്. സംഗതി ഇത്രയുള്ളൂ, പേ അനീഷ് ഓർ ഓർഡർ എന്ന് അവിടെ എഴുതി, അനീഷിനാണിത് കൊടുക്കേണ്ടത് എഴുതി, അതൊരു ഫുൾ എൻഡോസ്മെൻ്റ് ആയി മാറി, എൻഡോസിയുടെ പേരവിടെ വന്നു. മൂന്നാമത്തെ ഒരു എൻഡോസ്മെൻ്റ് ആണ് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ്. റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വേറൊരാൾക്ക് എൻഡോസ് ചെയ്താൽ, ഇപ്പോൾ ഇവിടെ അനീഷിന് എൻഡോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനീഷ് ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വേറെ ഒരാൾക്കും എൻഡോസ് ചെയ്യാൻ പാടില്ല.
അത് അവിടെ തീർന്നു. അനീഷിൻ്റെ കയ്യിൽ മാത്രം നിൽക്കും. അനീഷിൻ്റെ കയ്യിൽ നിന്നത് വേറെ ആർക്കും നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു നെഗോഷ്യബിലിറ്റിയാണ് ഇത് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? പേ അനീഷ് ഓൺലി, അനീഷിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, പേ അനീഷ് ഓർ ഓർഡർ. ഓർഡർ ഓർഡർ എന്ന് പറഞ്ഞാൽ അനീഷിന് ആർക്കാണോ പേ ചെയ്യാൻ പറയുന്നത് അവർക്ക് കൊടുക്കാം. അങ്ങനെ എത്ര ആൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഇത് എൻഡോസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ആ ഒരു വ്യക്തിക്ക് മാത്രമേ എൻഡോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ അനീഷ് ഒള്ളി എന്ന് പറഞ്ഞാൽ അനീഷിനെത്തി ഈ എൻഡോസ്മെന്റ്. അനീഷിന് ഇത് വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, എൻഡോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെന്റ് പറയുന്നത്. നോക്കോ, ഇറ്റ് ഈസ് ആൻ എൻഡോസ്മെന്റ് ഇൻ വിച്ച് എൻഡോസർ റെസ്ട്രിക്ട് ദി ഫർദർ നെഗോസിയേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്. എൻഡോസ് ചെയ്യുന്ന ആള് ഇത് ഫർദർ നെഗോസിയേഷൻ, വീണ്ടും നെഗോഷിയേറ്റ് ചെയ്തതിന് തടയാണ് നെഗോസിയേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്. ദ എൻഡോസി കനോട്ട് ഫർദർ എൻഡോസ് സച്ച് ഇൻസ്ട്രുമെന്റ്. ഈ എൻഡോസിൻ്റെ കിട്ടിയ ആള്, അതായത് ഇവിടെ അനീഷ്, പിന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല, വേറൊരാൾക്ക് എൻഡോസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു എൻഡോസ്മെന്റ് ആണ് ഇത് ഏതെന്ന് പറയുന്നത് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെന്റ്. അവിടെ എങ്ങനെ ചെയ്താൽ പേ അനീഷ് ഓൺലി, പേ അനീഷ് ഓൺലി. MP സുധീർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ MP സുധീർ എഴുതിയിട്ട് സൈൻ ചെയ്തു. ഓക്കെ, പേ അനീഷ് ഓൺലി. അനീഷ് എന്ന് വേറെ ആർക്കും എൻഡോസ് ചെയ്യാൻ കഴിയില്ല. നാലാമത്താണ് കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെന്റ്. കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെന്റ്. കണ്ടീഷൻ എൻഡോസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ നിനക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എൻഡോസ് ചെയ്യാം എന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്, കണ്ടീഷൻ എൻഡോസ്മെന്റ്. അതായത് ഇന്ന ആൾ നാളെ മരിച്ചാൽ നിനക്ക് ഈ എൻഡോസ്മെന്റ് ചെയ്യാം. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നോക്കോ, പേ അനീഷ് ഓർ ഓർഡർ ഓൺ ദി അറൈവൽ ഓഫ് രാജേഷ് നായർ. രാജേഷ് നായർ വന്നാൽ ഈ എമൗണ്ട് എന്ത് ചെയ്യണം, അനീഷിന് കൊടുക്കണം. കണ്ടീഷനാണ്. അവിടെ എന്താണ്, രാജേഷ് നായർ വരണം. രാജേഷ് നായർ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ എമൗണ്ട് കിട്ടുള്ളൂ അല്ലേ. അതല്ലേ പേ അനീഷ് ഓർ ഓർഡർ ഓൺ ദി അറൈവൽ ഓഫ് രാജേഷ് നായർ. രാജേഷ് നായർ വന്നാൽ കൊടുക്കാം, വന്നിട്ടില്ല എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നെഗോഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എൻഡോസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെന്റ് എന്ന് പറയുന്നത്. നോക്കോ, ദിസ് ടൈപ്പ് ഓഫ് എൻഡോസ്മെന്റ് കണ്ടെയ്ൻ എ കണ്ടീഷൻ ടു പേ ദി എമൗണ്ട് ഓഫ് ഇൻസ്ട്രുമെന്റ്. ആ ഇൻസ്ട്രുമെന്റിന്റെ എമൗണ്ട് കൊടുക്കുന്നതിൽ എന്തുണ്ടാവും, ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇറ്റ് മേ എയ്തർ ലിമിറ്റ് ദി ലയബിലിറ്റി ഓഫ് ദി എൻഡോസർ. അതായത് എൻഡോസറുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം. അതല്ലെങ്കിൽ ക്രിയേറ്റ് സം ലയബിലിറ്റി ടു ദി എൻഡോസി ടു റിസീവ് ദ പേയ്മെന്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്. എൻഡോസിക്ക് ഇതിന് എമൗണ്ട് കിട്ടുന്നതിന് ഏതെങ്കിലും ലയബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവാം. ഒന്നെങ്കിൽ എൻഡോസർ ലയബിലിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാവാം. എൻഡോസറുടെ ലയബിലിറ്റി കുറക്കും. അപ്പോൾ ഞാൻ എൻഡോസ് ചെയ്യാണ്, എന്ത് പറഞ്ഞിട്ട് എൻഡോസ് ചെയ്യുന്നത്, അയാൾ നാളെ മരിക്കുകയാണ്, ഇത് എമൗണ്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ലയബിലിറ്റി ഒഴിവാക്കുകയാണ്, അയാൾ മരിച്ചാൽ മാത്രം കൊടുത്താൽ മതി അല്ലേ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബാധ്യത കൂട്ടുകയാണ്, ലോട്ടറി എടുക്കുക അല്ലെങ്കിൽ ബെറ്റ് വെക്കുന്ന പോലെയാണ്. ഒന്നെങ്കിൽ എനിക്ക് ലയബിലിറ്റി കുറയും, അല്ലെങ്കിൽ അയാളെ ലയബിലിറ്റി എന്ത് ചെയ്യും, കൂടും. അങ്ങനെ ഇവിടെ ഒന്നെങ്കിൽ എൻഡോസർ ലയബിലിറ്റി കുറക്കാനാവാം, അല്ലെങ്കിൽ എൻഡോസിയുടെ ലയബിലിറ്റി കൂട്ടാനാവാം ഇത് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി എൻഡോസി ഹാസ് ടു ഫുൾഫിൽ സെർട്ടൻ കണ്ടീഷൻസ് ഫോർ ഒബ്റ്റെയിനിങ് പേയ്മെന്റ്. അതായത് എന്തെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെയുള്ള പേയ്മെൻറ്റ് നടത്തുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, അടുത്ത മാസം 1000 ടേൺ ഓവർ ഉണ്ടെങ്കിൽ, 1000 കോടിയുടെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, ഈ ഇൻസ്ട്രുമെൻറ്റ് തരാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് 1000 കോടി ടേൺ ഓവർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. 1000 കോടി ടേൺ ഓവർ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യും, ഇൻസ്ട്രുമെൻറ്റ് എമൗണ്ട് കിട്ടും. അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എൻഡോസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കണ്ടീഷൻ ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ബാങ്കുകാർ റിസ്ക് ഏറ്റെടുക്കില്ല. ഈ എൻഡോസ്മെൻറ്റ് ബാങ്കുകാർ എന്ത് ചെയ്യില്ല, ഈ റിസ്ക് ഏറ്റെടുക്കില്ല. ബാങ്കുകാർ ഇത് ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്നും നോക്കില്ല, ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്നും ബാങ്കുകാർ നോക്കില്ല. ബാങ്കുകാർ നോക്കാത്തതിന് എന്ത് ചെയ്യും, അതിന് പേയ്മെൻറ്റ് നടത്തും. പക്ഷേ നമ്മൾ തിയറിറ്റിക്കലി പഠിക്കണം, കണ്ടീഷൻ ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെൻറ്റ് പറഞ്ഞാൽ ഇതിൽ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുള്ളൂ എന്നുള്ളതാണ് ഈ 4ാമത്തെ എൻഡോസ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, 5ാമത്തെ ഒരു എൻഡോസ്മെൻ്റ് ആണ് സാൻസ് റീകോസ് എൻഡോസ്മെൻറ്റ്. സാൻസ് റീകോസ് എൻഡോസ്മെൻറ്റ്. സാൻസ് റീകോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിതൗട്ട് ലയബിലിറ്റി ടു മീ എന്നാണ്. എന്താണ് വിത്തൗട്ട് ലയബിലിറ്റി ടു മീ, എനിക്കൊരു ബാധ്യതയും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ഒരു എൻഡോസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഏത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അത് ചിലപ്പോൾ എന്താവാം, ഡിസോണർ ആവാം. ഇപ്പോൾ ഞാനൊരാൾക്ക് ചെക്ക് കൊടുത്തു,
ചെക്ക് കൊടുത്ത് അയാൾ 1 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു. ആ കൊടുത്ത വ്യക്തി ബാങ്കിൽ പോയിട്ട് കൊടുക്കുമ്പോൾ അയാളോട് ബാങ്കുകാർ പറയണം ഇതിലെന്തില്ല, 1 ലക്ഷം രൂപ ഈ അക്കൗണ്ടിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, ആ ചെക്ക് ഡിസോണറായി. അങ്ങനെ ഡിസോണർ ആവുന്ന സമയത്ത് ആ ഡിസോണറിൻ്റെ ലയബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സാൻസ് റീകോസ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാനൊരു ചെക്ക് ഒരാൾ കൊടുത്തു, എ എന്ന് പറയുന്ന വ്യക്തി കൊടുത്തു. എ അത് ബി കൊടുത്തു, ബി സി കൊടുത്തു, സി ഡി കൊടുത്തു, ഡി ഇക്ക് കൊടുത്തപ്പോൾ എന്ത് ചെയ്തി, സാൻസ് റീകോസ് പേ ആരെ ഇ ഇല്ലേ, പേ ഡി ഇ കൊടുക്കുകയാണെങ്കിൽ പേ ഇ ഓർ ഓർഡർ വിത്തൗട്ട് ലയബിലിറ്റി ടു മീ അല്ലെങ്കിൽ സാൻസ് റീകോസ് എഴുതി കഴിഞ്ഞാൽ ആ ചെക്ക് ഡിസോണറായി കഴിഞ്ഞാൽ, അപ്പം ഞാൻ കൊടുത്ത ചെക്കാണ്, അതാണ് ഇപ്പോൾ ഒരു ആ വിശ്വാസത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നത് പല ആളുകളും കൈമാറിയിട്ടുള്ളത്. അങ്ങനെ കൈമാറി അവസാനം എത്തിയ ആളെന്ത് ചെയ്തു, ബാങ്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അതിൽ ക്യാഷ് ഇല്ല. ആ ക്യാഷ് ഇല്ല ആ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല എങ്കിൽ ഞാൻ മാത്രമല്ല ഉത്തരവാദി, ആരൊക്കെ ഈ ചെക്ക് എൻഡോസ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം ഉത്തരവാദികളാണ്. ആരൊഴിച്ച്, ഡി എന്ന് പറയുന്ന വ്യക്തി ഒഴിച്ച്. കാരണം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വിതൗട്ട് ലയബിലിറ്റി ടു മീ, അതായത് ഈ ഒരു ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞാൽ എനിക്കൊരു ബാധ്യതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ എൻഡോസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ ചെക്ക് ഡിസോണറായി, എനിക്കൊരു ബാധ്യതയില്ല, എൻ്റെ കടമ തീർന്നു, എൻ്റെ കടം വീടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ എൻഡോസ് ചെയ്യുന്നതെങ്കിൽ ആ എൻഡോസ്മെൻറ്റിനെയാണ് സാൻസ് റീകോസ് എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത്. വിതൗട്ട് ലയബിലിറ്റി ടു മീ, ഞാനൊരു ചെക്ക് എൻഡോസ് ചെയ്യാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എൻഡോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതാണ് വിതൗട്ട് ലയബിലിറ്റി ടു മീ എന്ന് പറഞ്ഞാൽ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ ആയി കഴിഞ്ഞാൽ എന്തില്ല, എനിക്ക് അതിൽ യാതൊരു ലയബിലിറ്റിയും ഇല്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കിക്കോ, ഇറ്റ് ഈസ് ആൻ എൻഡോസ്മെന്റ് വിച്ച് ലിമിറ്റ്സ് ദ ലയബിലിറ്റി ഓഫ് എൻഡോസർ. എൻഡോസറുടെ ലയബിലിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, ഈ എൻഡോസ്മെന്റിൽ ലിമിറ്റ് ചെയ്യുന്നത്. ജനറലി ആൻ എൻഡോസർ ഈസ് ലയബിൾ ടു സബ്സീക്വന്റ് എൻഡോസീസ് ഇഫ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് ഡിസോണേർഡ്. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആയി കഴിഞ്ഞാൽ ആർക്കൊക്കെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ, എൻഡോസ് ചെയ്തിട്ടുണ്ടോ, ആ ആളുകൾക്കൊക്കെ നമ്മൾ എന്താണ്, ലയബിൾ ആണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് റീകോസ് എൻഡോസ്മെന്റ് ദി എൻഡോസർ ഫ്രീ ഫ്രം സച്ച് ലയബിലിറ്റി ബൈ റൈറ്റിംഗ് ദി വേർഡ്സ് സാൻസ് റീകോസ് ഓർ വിതൗട്ട് ലയബിലിറ്റി ടു മീ. അതായത് ഒരാൾ എൻഡോസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തി, പേ ഇന്നാളെ പേര് ഓർ ഓർഡർ വിതൗട്ട് ലയബിലിറ്റി ടു മീ എഴുതി, അല്ലാന്നുണ്ടെങ്കിൽ സാൻസ് റീകോസ് എഴുതി. പിന്നെ അദ്ദേഹത്തിന് യാതൊരു ബാധ്യതയില്ല, ആ ചെക്ക് ഡിസോണർ ആയാലും ശരി, ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ശരി, അദ്ദേഹത്തിന് യാതൊരു ബാധ്യതയില്ല, അദ്ദേഹത്തിന് കടം അവിടെ വീടി. അതാണ് സാൻസ് റീകോസ് എൻഡോസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കോ, പേ അനീഷ് ഓർ ഓർഡർ സാൻസ് റീകോസ്, സിഗ്നേച്ചർ ആണ് എം പി സുധീർ എന്ന് പറഞ്ഞ് സൈൻ ചെയ്യുകയാണെങ്കിൽ അതാണ് സാൻസ് റീകോസ്. ആ വേർഡ് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ് വേർഡ്, വിതൗട്ട് ലയബിലിറ്റി ടു മീ, വിതൗട്ട് ലയബിലിറ്റി ടു മീ എന്നാണ് സാൻസ് റീകോസിന്റെ മീനിങ്. മറ്റേതാണ് സാൻസ് ഫ്രേസ് എൻഡോസ്മെന്റ്. സാൻസ് ഫ്രേസ് എൻഡോസ്മെന്റ് പറഞ്ഞാൽ വിതൗട്ട് എക്സ്പെൻസ് ആണ് സാൻസ് ഫ്രേസ്. സാൻസ് ഫ്രേസിന്റെ മലയാളം ഇംഗ്ലീഷാണ്, അതിന്റെ മീനിങ് ആണ് വിതൗട്ട് എക്സ്പെൻസ്. സാൻസ് ഫ്രേസ് എന്നാൽ വിതൗട്ട് എക്സ്പെൻസ് എന്നാണ്. അതായത് ഈ ചെക്ക് അതിൽ മറ്റേതെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഡിസോണറായി കഴിഞ്ഞാൽ അതിന് നോട്ടിങ്, പ്രൊട്ടക്സ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് എക്സ്പെൻസസ് വരും. ഡിസോണറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന് നോട്ടീസ് തരും. ആ നോട്ടീസ് ഒരു ആൾ വേണം, നോട്ടറി പബ്ലിക് വേണം, അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് എക്സ്പെൻസ് വരും. അങ്ങനെ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഡിസോണറായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസും എനിക്ക് വരാൻ പാടില്ല, അതുമായി ഒരു എക്സ്പെൻസും ഞാൻ ഏറ്റെടുക്കില്ല എന്ന് എഴുതുന്നതാണ് ശരിക്കും എന്ത് സാൻസ് ഫ്രേസ് എൻഡോസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരാൾക്ക് എൻഡോസ് ചെയ്യാണ്, എൻ്റെ കയ്യിലൊരു ചെക്ക് ഉണ്ട്, അത് ഞാൻ വേറെ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, പേ അനീഷ് ഓർ ഓർഡർ സാൻസ് ഫ്രൈസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ്, അതിന് ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. നോട്ടറി പബ്ലിക്കിനൊക്കെ ഉണ്ട്, അതുപോലെ നോട്ടിങ് ചാർജസ് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള എക്സ്പെൻസ് ഒന്നും മീറ്റ് ചെയ്യാൻ എന്നെ കിട്ടൂല, ഞാനതൊന്നും മീറ്റ് ചെയ്യില്ല. എൻ്റെ ആദ്യം തന്നെ നമ്മൾ പറയുകയാണ് ഞാൻ അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് എൻഡോസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സാൻസ് ഫ്രൈസ് എൻഡോസ്മെന്റ് എന്ന് പറയുന്നത്. നോക്കിക്കോ, സാൻസ് ഫ്രൈസ് മീൻസ് വിതൗട്ട് എക്സ്പെൻസ് ആണ്.
In this type of endorsement, the endorser does not want any expense to be incurred on the account of instrument. ഈ ഒരു ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ട ആ എൻഡോസർ പിന്നെ എന്തില്ല, ഒരു എക്സ്പെൻസസും മീറ്റ് ചെയ്യേണ്ട അവസ്ഥ അവിടെ വരുന്നില്ല. ദാറ്റ് മീൻസ് he is liable for the amount of instrument only and not liable for any additional expenses like noting and protesting charges. അതായത് 1 ലക്ഷം രൂപയുടെ ചെക്കാണ്, ആ 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ ഡിസോണറായി, ആ 1 ലക്ഷം രൂപ കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്, അതിൻ്റെ എമൗണ്ട് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേങ്കിൽ എന്ത് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല, ആ ഡിസോർഡറുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു അഡീഷണൽ എക്സ്പെൻസസ് വരാം. നോട്ടിംഗ് ചാർജ്, നോട്ടറി പബ്ലിക് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന എക്സ്പെൻസ് ഉണ്ടാവും, പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ എക്സ്പെൻസ് ഒന്ന് മീറ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻഡോസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, സാൻസ് ഫ്രേസ് എൻഡോസ്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോസ്മെന്റ്. ഫാക്കൽറ്റേറ്റീവ് എൻഡോസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആയി കഴിഞ്ഞാൽ ഒരു നോട്ടീസ് തരും. ആ നോട്ടീസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താണ്, ലയബിളാണ്. എന്തിന്? ആ അത്രയും എമൗണ്ട് ഞാൻ എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം. കാരണം എന്താ, എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലല്ലോ, എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഡിസോണർ ആവുന്നത്. സ്വാഭാവികമായിട്ട് അതിനൊരു നോട്ടീസ് എനിക്ക് തരും. ആ നോട്ടീസ് എനിക്ക് തന്നു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും, നോട്ടറി ചാർജസും നോട്ടിംഗ് ചാർജസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ആ എത്ര രൂപയുടെ ചെക്കാണ് ഇതിൽ അത്രയും എമൗണ്ട് ഞാൻ കൊടുക്കേണ്ടി വരും. കാരണം ഞാൻ ചെക്ക് ചെയ്ത് കൊടുത്തതാണ് അല്ലേ, എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിലെല്ലാ ക്യാഷും ഞാൻ കൊടുക്കേണ്ടി വരും. എന്നാൽ ആ നോട്ടീസ് എനിക്ക് കിട്ടുന്നത് തടയുന്ന ഒരു എൻഡോസ്മെൻ്റ് ആണ് ഏത്, ഫാക്കൽറ്റേറ്റീവ് എൻഡോസ്മെന്റ്. നോക്കിക്കോ, ദി എൻഡോസർ സറണ്ടേഴ്സ് ഇസ് റൈറ്റ് ടു റിസീവ് ദി നോട്ടീസ് ഓഫ് ഡിസോണർ ബൈ റൈറ്റിംഗ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. അതായത് നോട്ടീസ് എനിക്ക് വേണ്ട എന്ന് പറയാണ്, എനിക്ക് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബാധ്യസ്ഥനാണ്. നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഡിസോണർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്യാഷ് ഞാൻ ഉണ്ടായി കൊടുക്കണം. ഓക്കെ, എനിക്ക് വേറെ ആരോ തന്ന ചെക്കാണെങ്കിലും ഞാൻ എന്ത് ചെയ്യണം, അതിന് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ക്യാഷ് ഉണ്ടായി കൊടുക്കണം. അങ്ങനെ ക്യാഷ് ഉണ്ടായി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നോട്ടീസ് കിട്ടരുത്, എനിക്ക് നോട്ടീസ് കിട്ടാനുള്ള ആ അവകാശത്തെ ഞാൻ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ അതാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോസ്മെന്റ്. ദി എൻഡോസർ സറണ്ടേഴ്സ് ഹിസ് റൈറ്റ് ടു റിസീവ് ദി നോട്ടീസ് ഓഫ് ഡിസോണർ ബൈ റൈറ്റിംഗ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ഇങ്ങനെ എഴുതുക, പേ അനീഷർ ഓർഡർ, നോട്ടീസ് ഓഫ് ഡിസോണർ വെയ്വ്ഡ്. നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് വെയ്വ്ഡ്, അതായത് നോട്ടീസ് ഓഫ് ഡിസോണർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എൻഡോസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോസ്മെന്റ്. വളരെ പ്രധാനപ്പെട്ടതാണ് 3 ബാക്കി 4 പ്രധാനപ്പെട്ടത് തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി കൺഫ്യൂഷൻ ഉള്ളതാണ് ഇത്. ഈ 3 സാൻസ് റീകോസ് എന്ന് പറഞ്ഞാൽ വിതൗട്ട് ലയബിലിറ്റി ടു ബി, അതായത് ഈ ഒരു നെഗോഷ്യൽ ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആയി കഴിഞ്ഞാൽ എനിക്കൊരു ബാധ്യതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എൻഡോസ് ചെയ്യുന്നതെങ്കിൽ അതാണ് സാൻസ് റീകോസ് എൻഡോസ്മെന്റ്. സാൻസ് ഫ്രേസ് എൻഡോസ്മെന്റ് എന്നാൽ വിതൗട്ട് എക്സ്പെൻസസ്. ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്തായി ഡിസോർഡർ ആയി കഴിഞ്ഞാൽ അതിന് വരുന്ന അഡീഷണൽ എക്സ്പെൻസസ്, അതായത് നോട്ടിംഗ് ചാർജസ്, പ്രൊട്ടക്ഷൻ ചാർജസ് ഒക്കെ വരും, അതൊന്നും ഞാൻ മീറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതാണ് സാൻസ് ഫ്രേസ് എൻഡോസ്മെന്റ്. ഫാക്കൽറ്റേറ്റീവ് എൻഡോസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്തായി ഡിസോർഡർ ആയി കഴിഞ്ഞാൽ അതിന് നോട്ടീസ് കിട്ടും. ആ നോട്ടീസ് കിട്ടുന്ന അവകാശത്തെ സറണ്ടർ, എനിക്ക് ആ നോട്ടീസ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എൻഡോസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോസ്മെന്റ് എന്ന് പറയുന്നത്. സാധാരണയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു നോട്ടീസ് ഇട്ടാൽ നോട്ടീസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എമൗണ്ട് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അത് വേണ്ടെന്ന് പറിച്ച് വെക്കുന്ന ഒരു എൻഡോസ്മെന്റ് ആണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോസ്മെന്റ്. അപ്പോൾ ഈ 7 തരത്തിലുള്ള എൻഡോസ്മെന്റ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓരോന്നും 2 മാർക്കിന് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കും. എല്ലാം കൂട്ടിയിട്ട് കൈൻഡ്സ് ഓഫ് എൻഡോസ്മെന്റ് അതുപോലത്തെ 5 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.